ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യുന്നൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് 28-ാം തീയതിയാണ്, മെയ് 28. നാളെ ഞങ്ങൾ തിരിച്ച് ദാവണഗിരിക്ക് പോവുകയാണ്. പിന്നെ ഇന്ന് അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ വീട്ടിൻ്റെ പാല് കാച്ചുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അശ്വിൻ ഇവിടെ വന്നിട്ട് ഇന്നലെയും മിനിയാന്നൊക്കെ ഞങ്ങൾ കുറച്ച് തിരക്കായിപ്പോയി ചില കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് അശ്വിൻ്റെ വീട്ടിലൊരു ദിവസവും കാര്യങ്ങളും ഇനിയിപ്പോൾ നാളെ പോകുന്നതിന് മുന്നിലുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം കൂടിയിട്ടുള്ളൊരു വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ആദ്യം തന്നെ ഒരുപാട് നന്ദി പറയാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെയാണ് ഡ്രസ്സ് പർച്ചേസ് ചെയ്തത് ഇന്നത്തെ ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ കുറേ ഷോപ്സിലൊക്കെ പോയി നോക്കി. പക്ഷെ അവസാനം ഞാൻ ഏറ്റവും കൂടുതൽ പയ്യന്നൂർ വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യുന്ന ഒരു ബുട്ടീക്ക് ഉണ്ട് പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ. നൈഷ്ന കേട്ടോ ആ ബുട്ടീക്കിൻ്റെ പേര്. അപ്പോൾ എനിക്ക് എപ്പോൾ അവിടെ പോയി കഴിഞ്ഞാലും എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഷോപ്പിൽ നിന്നാണ് ഞാൻ ഇന്നലെ പർച്ചേസ് ചെയ്തത്. ഇതൊരു ചെറിയൊരു, അതായത് ഇന്നത്തെ ഫംഗ്ഷന് വേണ്ടി മാത്രം എന്നുള്ളൊരു പർച്ചേസ് അല്ല ഞാനിത്. എനിക്ക് കുറച്ചുകൂടി ഒരു ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ഡ്രസ്സ് വേണമായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം. ഇനിയിപ്പോൾ ദാവണഗിരി പോയി കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് ഒക്കേഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്കത് വെയർ ചെയ്യാമല്ലോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ അധികം ഇല്ലാത്തൊരു കളറ് കൂടിയാണ്. കുറച്ച് കാണുന്നുണ്ടല്ലേ, അപ്പോൾ ഞാനതിൻ്റെ ഫുള്ള് കാണിച്ചു തരാം ആ ഡ്രസ്സ് എന്താണ്. കുറച്ചധികം ഹെവി ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. എനിക്ക് കമ്പാരിറ്റീവ്ലി എനിക്കിത് കുറച്ചധികം ഹെവിയാണ് കേട്ടോ. പക്ഷെ ഞാനിത് വാങ്ങിക്കുമ്പം അവിടുത്തെ ചേച്ചി പറഞ്ഞു അത് അത്ര ഹെവി ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ അത്രയും ഞാൻ സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് ഇടുന്നത് കൊണ്ട് തന്നെ എനിക്കിത് കുറച്ച് ഹെവി ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ ആരെങ്കിലൊക്കെ പയ്യന്നൂരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ പേജ് ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് നല്ല കുറേ കുർത്താസ് ഉണ്ട് കേട്ടോ. അവിടുത്തെ കുർത്താസ് ആവട്ടെ സെറ്റ് ആവട്ടെ ഒക്കെ ഉണ്ട്. കാരണം എൻ്റെ കൂടുതൽ ഡ്രസ്സിന് എൻക്വയറി വന്ന എൻ്റെ കുർത്താസൊക്കെ അല്ലെങ്കിൽ ഒരു ടോപ്സൊക്കെ ഞാൻ അവിടെ നിന്നാണ് വാങ്ങിച്ചത്. ടോപ്സ് അല്ല, കുർത്താസ് ഡ്രസ്സുകളൊക്കെ ഞാൻ അവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ ഈ ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ. എത്രത്തോളം ക്ലിയർ ആവുന്നതെന്ന് അറിയില്ല. പുറത്ത് പോയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ക്ലിയർ വീഡിയോ ചെയ്യാം. എന്തോ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഫുള്ള് വർക്ക് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സ്. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്നൊക്കെ താഴെ കമൻറ്റിൽ പറയാൻ മറക്കരുത്. കണ്ണും അശ്വിനും കുളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തുള്ള ബഹളാണ്. ഇനിയിപ്പം അവരെ പെട്ടെന്ന് റെഡിയാക്കണം. സമയം 11:30. നമ്മൾ 11 മണിക്ക് ഇവിടെ ഇറങ്ങാനാണ് വിചാരിച്ചത്. പക്ഷേ കുറച്ച് ലേറ്റ് ആയിപ്പോയി. നമുക്കിനി ഒട്ടും ലേറ്റ് ആക്കണ്ട, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കാണാം. കാരണം ഇത് ഫുൾ ഡേ വൈകുന്നേരം വന്നിട്ടും കുറേ പരിപാടി ഉണ്ട്. നാളെ രാവിലെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ ഇനിയും പർച്ചേസ് ചെയ്തിട്ടില്ല. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ചെയ്യാം നമുക്കിന്ന് ഒരുമിച്ച്. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ. ഞാൻ കുറച്ച് സമയമായി ഇവിടെ എൻ്റെ അമ്മാവൻ്റെ വീട്ടിലെത്തിയിട്ടോ. പക്ഷേ അതിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ നടന്നു. എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് കുറച്ച് വൈകി പോയി. എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ വരാൻ വൈകി, പിന്നെ അശ്വിനും റെഡിയായി വരാൻ വൈകി. ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് ആകെ റെഡിയായി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഒരു വലിയ മഴ വന്നു. ഞാൻ മൊത്തത്തിൽ നനഞ്ഞ് കുളിച്ചു. ആ മഴയത്ത് എൻ്റെ കയ്യിൽ കുട ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വണ്ടിയിൽ കയറിയിട്ട് ഞങ്ങൾ ഭയങ്കര ഹറിബറിയായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്നിവിടെ എത്തണം.
അങ്ങനെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. അങ്ങനെ വരുമ്പോഴേക്കും എന്ത് പറ്റി, നമ്മുടെ വണ്ടി കറക്റ്റ് അമ്മാവൻ്റെ വീടിൻ്റെ മുന്നിലെത്തുമ്പോഴേക്കും അത് പണി മുടക്കി. ചെറിയൊരു പണി തന്നു, വണ്ടി പണി തന്നു. അങ്ങനെ നമ്മൾ മെക്കാനിക്കിനെ വിളിക്കുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ കുറേ റിലേറ്റീവ്സൊക്കെ വന്ന് അവരോടൊക്കെ സംസാരിക്കുന്ന തിരക്കായിപ്പോയി. അപ്പോൾ എനിക്ക് വീഡിയോയിലൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതിനിടയ്ക്ക് ഞാൻ ബിരിയാണിയും കഴിച്ചു കേട്ടോ. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. ബിരിയാണിയൊക്കെ കഴിച്ചു. ഞാനിവിടെ മുകളിലത്തെ നിലയിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ പ്രതീക്ഷിക്കാതെ എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നു. അതായത് ആ വണ്ടി പെട്ടെന്ന് എന്താ വെച്ചാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് വണ്ടി നമുക്ക് പണി തന്നു. പക്ഷേ ഞാൻ അതിനെ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. കാരണം അശ്വിൻ അവിടെ നിന്ന് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ നാളെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി പോയേനെ. എന്തോ ദൈവം സഹായിച്ചു, അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നമ്മളെല്ലാവരും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ഇങ്ങനെ പറ്റിയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ടായി. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു ടാക്സി വിളിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിനിയിപ്പം എങ്ങനെയെങ്കിലും ടാക്സി കയറി പയ്യന്നൂർ പോകണം. വീട്ടിൽ പോയിട്ട് അവർ നമ്മൾ ഫോൺ ചെയ്യും. ഇനി പെട്ടെന്ന് റെഡി ആവുകയാണെങ്കിൽ നമുക്ക് നാളെ വന്നിട്ട് വണ്ടി എടുക്കാം. എന്താണെന്നറിയില്ല, അത് അവർ വിളിച്ചാലേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഇതൊക്കെ ഇവിടെ സംഭവിച്ചു കേട്ടോ. ഈ ഒരു രാവിലെ മുതൽ ഇപ്പോൾ സമയം 3 മണിയായി. ഞാൻ വീട്ടിൽ നിന്ന് നമ്മൾ 11:30 ഇറങ്ങിയതാണ്. ആ ഒരു 11:30 മുതൽ 3 മണി വരെ കുറേ കാര്യങ്ങൾ, കുറേ ടെൻഷൻ അടിച്ചു, കുറേ ഓടി, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ വിചാരിച്ചതുപോലെ എടുക്കാണ്ടിരുന്നത്. നമുക്ക് വീടും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. ഇവിടെ ഒരു 3 ബെഡ്റൂമുണ്ട്. ഇത് പുറത്തേക്കുള്ളൊരു ബാൽക്കണിയാണ്. ഈ 2 ബെഡ്റൂമിന് ഒരു കോമൺ ബാത്റൂമും പിന്നെ ഇവിടെ ഇങ്ങനൊരു ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂമുണ്ട്, ബാത്റൂമും ഡ്രസ്സിങ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് താഴോട്ട് പോകാം. താഴെ പിള്ളേർ ടി വി വെച്ചിട്ടുണ്ട്, നോക്കട്ടെ. ഇവിടെ ഒരു പൂജാറും, ഇവിടെ ഒരു റൂമുണ്ട്. ആശി വരുന്നുണ്ട്. വണ്ടി നമ്മളൊരു ടാക്സി, ഫൈനലി നമ്മൾ ടാക്സി പറഞ്ഞ് ടാക്സി കയറാൻ പോകട്ടോ. നമ്മൾ പയ്യന്നൂരെത്തി. അച്ഛൻ അവിടെ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. എന്നിട്ട് അച്ഛൻ്റെ വണ്ടി എടുത്തിട്ട് നമ്മൾ വീണ്ടും ഇവിടെ തളിപ്പറമ്പിൽ വന്നു. തളിപ്പറമ്പിൽ നമ്മളിവിടെ ഗ്രാൻഡ് ഓട്ടോ ഗാരേജ് ഇവിടെയാണ് കേട്ടോ വണ്ടി കൊടുത്തത്. അപ്പം എന്തായി, പിന്നെ അശ്വിൻ്റെ സ്പെക്സും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിലകത്തായിരുന്നു, അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ എടുക്കാം. അപ്പം ഇനി എപ്പം കിട്ടും എന്നൊക്കെ അറിയാലോ. അങ്ങനെ നമ്മളിവിടെ വന്നതാണ് കേട്ടോ. നടക്ക്. ജീപ്പുണ്ടോ? ജീപ്പാണോ അത്? നമ്മൾ പ്രതീക്ഷിച്ച പോലത്തെ ഒരു വർക്ക്ഷോപ്പ് അല്ല കേട്ടോ. ഇതൊരു ഭയങ്കര വലിയ വർക്ക്ഷോപ്പാണ്. ഇതിനകത്ത് നമുക്ക് അറിയണ്ടായിരുന്നില്ല. നമ്മൾ വെറുതെ ഫോണിൽ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് നമ്പർ എടുത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് അറിയില്ലല്ലോ എന്താ. പക്ഷെ നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം നമ്മൾ വിചാരിച്ചു ഇവർ വന്നിട്ട് വണ്ടി എടുത്തിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാനൊന്നും പറ്റിയില്ല. നമ്മളും ഫംഗ്ഷൻ്റെ തിരക്കൊക്കെ ആയിട്ട് നമ്മൾ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇവിടെ വന്ന് നോക്കിയപ്പോഴേക്കും നമ്മൾ നല്ല ഷോറൂം പോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത്രയും നല്ല പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള തളിപ്പറമ്പ് ടൗണിനകത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു വർക്ക്ഷോപ്പ് വരുന്നത്. എല്ലാ വണ്ടികളും ഇവിടെ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണ് അവർ പറയുന്നത്. കൺമണി ഇത്രയും സമയം ഉറങ്ങുമായിരുന്നു. ഇപ്പോൾ ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും നമ്മളെ കാണാത്തതുകൊണ്ട് അവൾ പേടിച്ചു പോയി. എന്നിട്ട് അവൾ കരഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് വണ്ടി കാണണം. അങ്ങനെ അകത്തുകൊണ്ട് വണ്ടിയൊക്കെ കാണിച്ചിട്ട് കൊണ്ടുവന്നു. താറാ ബർത്ത്ഡേക്ക് താറ് തരുമോ? തരുമായിരിക്കും. താറ് നമുക്ക് വാങ്ങിക്കാം. എന്ത് പറയുന്നു? ജീപ്പ് വാങ്ങിച്ചാലോ? ആ ജീപ്പിന്റെ പേരെന്താണെന്നറിയോ? താർ.
കാറല്ല താർ. കാറല്ല കണ്ടു, താർ. താർ. നമ്മൾ തിരിച്ച് പയ്യന്നൂരേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറാണ്. ഹലോ, തന്നെ കൺമണി സേ ഹായ്. നമ്മൾ ഇന്നലെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞെത്തിയപ്പോഴേക്കും കുറച്ച് ലേറ്റായി. രണ്ടാമത് പോയിട്ട് വരുമ്പോഴേക്കും പിന്നെ വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. ഇന്ന് രാവിലെ അശ്വിൻ്റെ കണ്ണിന് ചെറിയൊരു അലർജി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മെഡിക്കൽ ഷോപ്പിൽ വന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ, കൺമണി സ്കൂളിൽ പോകാൻ തുടങ്ങിയല്ലേ. അപ്പം കൺമണിയുടെ വള ഊരാൻ പറ്റുന്നില്ല. ഇത് ഞങ്ങൾ പറ്റുന്നില്ല. അപ്പം നമ്മളിത് കുറേ നാൾ മുന്നേ വാങ്ങിച്ചാണ് കേട്ടോ. അതായത് മാറ്റിക്കൊണ്ട് കുഞ്ഞിതുണ്ടാകുമ്പോൾ വാങ്ങിച്ചത് ഇങ്ങനെ മാറി 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 ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്ന് വാങ്ങിച്ചിട്ട് ഇപ്പോൾ 1 വർഷം മുന്നേ വാങ്ങിച്ചത്, മറ്റൊന്ന് വാങ്ങിച്ചിട്ട് 1.5 വർഷം അങ്ങനെയൊക്കെ ആയിട്ടോ. അപ്പോൾ അത് രണ്ടും ഇപ്പം വേറെ വാങ്ങിക്കാം. അപ്പം നമുക്കതൊന്ന് മാറ്റണമെന്നുണ്ട്. മാറ്റിയിട്ട് ഊരാൻ പറ്റുന്ന രീതിയിലൊന്ന് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇനി സ്കൂളിലൊക്കെ പോകുമ്പം അതൊക്കെ ഒഴിവാക്കാമല്ലോ. അതൊക്കെ എടുത്ത് വെക്കാം. പിന്നെ വെറുതെ മുറിച്ചിട്ട് കയ്യിൽ വെക്കുന്നതിനേക്കാളും ഒന്ന് മാറ്റി എടുത്തു കഴിഞ്ഞാൽ സേഫായിട്ട് കയ്യിൽ വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് മലബാറിൽ പോകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന്. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുന്നത് വരെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യും. കാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലത്തെ ഒരു ദിവസത്തെ മാത്രം വ്ലോഗ് ചെയ്യാൻ ആദ്യം വിചാരിച്ചു. പക്ഷേ പല കാര്യങ്ങളായിട്ട് തിരക്കായതുകൊണ്ട് തന്നെ അതൊരു പ്രോപ്പർ വ്ലോഗായിട്ട് ചെയ്യാൻ മാത്രം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചു 2 ദിവസത്തെ അശ്വിൻ നാട്ടിൽ വന്നതിന് ശേഷമുള്ള 2 ദിവസത്തെ ഒരു വിശേഷങ്ങളായിട്ട് ചെയ്യാമെന്ന്. ഞങ്ങൾ ഇന്ന് തിരിച്ചു പോകാൻ പ്ലാൻ ചെയ്തതാണ് കേട്ടോ. അതായത് 29 വ്യാഴാഴ്ച ഇന്ന് പോകാൻ തന്നെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. കാരണം നാളെ കൺമണിയുടെ സ്കൂളിൽ 30-ാം തീയതി പോയിട്ട് ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം എന്നൊക്കെയുള്ളൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പ്ലാനായിരുന്നു. പക്ഷെ വണ്ടി ഇന്നവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് മിക്കവാറും ശനിയാഴ്ച കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആണെങ്കിൽ അത് ശനിയാഴ്ച പോയിട്ട് വണ്ടി എടുത്ത് നമ്മൾ ഞായറാഴ്ച രാവിലെ ഇറങ്ങാനാണ് കേട്ടോ പ്ലാൻ. അപ്പം നമ്മൾ ഇന്ന് തിരിച്ചു പോകാനുള്ള പ്ലാൻ അങ്ങോട്ട് മാറ്റി. എന്തോ പറ്റി ഡാഡീൻ്റെ കാറിനല്ലേ. കൺമണിയുടെ പുതിയ വാച്ച് കാണിച്ചു കൊടുത്തട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ക്രൈയിൽ പോയപ്പോൾ കണ്ണ് വഴക്കിട്ട് കൺമണിക്ക് വാച്ചിൻ്റെ ആവശ്യമില്ല, സമയം നോക്കാനൊന്നും അറിയില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ വാച്ച് കൺമണിക്ക് വേറൊരു വാച്ച് വെറുതെ അത് 700 രൂപയാണ്. വെറുതെ 700 രൂപയുടെ ഒക്കെ പൈസ കളയണ്ടെന്ന് വിചാരിച്ചില്ലേ കണ്ണു. എന്നിട്ടൊരു 300 രൂപയുടെ ഒരു പിങ്ക് വാച്ച് വാങ്ങിച്ചു. റെയിൻബോ ഉണ്ട് അല്ലേ, റെയിൻബോ ഉണ്ട്, യൂണിക്കോൺ ഉണ്ട്. കൺമണി ഹാപ്പിയാണോ? വെരി ഹാപ്പി. നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. മഴ ഇവിടെ ഇപ്പം കുറച്ച് നിന്നിട്ടുണ്ട്, ഇപ്പം മഴയില്ല. പക്ഷേ എല്ലാ അരമണിക്കൂർ കൂടുമ്പോഴും മഴ തുടങ്ങുന്നുണ്ട് കേട്ടോ. മഴ ഇപ്പോൾ 1 അരമണിക്കൂർ നിൽക്കും, പിന്നെ വീണ്ടും അതുപോലെ പെയ്യാൻ തുടങ്ങും. പക്ഷെ ഇന്നലത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ന് കുറച്ച് കുറവുണ്ട്. നോക്കാം വെയിൽ വരുമോ എന്താന്ന്. നിങ്ങൾക്ക് നാട്ടിൽ നല്ല മഴയായിരിക്കുമോ എന്താന്നൊക്കെ വിശേഷങ്ങൾ താഴെ കമൻറ്റിൽ പറയണേ. നമ്മളിവിടെ മലബാർ ഗോൾഡിലെത്തി. കാരണം നമ്മളിത് ഇവിടെ തന്നെയാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിവിടെ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴേക്കിതാ മഴയും വന്നു. അപ്പം നമ്മളൊരു ബ്രേസ്ലെറ്റും ഒരു വളയും വാങ്ങിച്ചു. അശ്വ ഇങ്ങോട്ട് നോക്ക്. അശ്വിൻ്റെ കണ്ണിന് ചെറിയൊരു അലർജി. കണ്ണിൽ കൈ കിട്ട് കാണിക്കാം. കയ്യിൽ വാച്ച് ഊരിയാ? അമ്മ കണ്ണു പൊത്തിയിട്ടുണ്ട്. കണ്ണു പൊത്തി. അത് രണ്ടും അങ്ങനത്തെ മനുഷ്യനുമേ. നേരെ പിടിക്കാം, നേരെ ഓപ്പൺ ചെയ്യും മോനെ.
പൊട്ടിക്കല്ലേ. അമ്മനെ അങ്ങനെ കാണിച്ചോ. അത് അത് പിന്നെ അതവിടെ ഇട്ടല്ലേ. ആ കാണിക്കേ. ബ്രേസ്ലെറ്റാന്ന് പറ. ഇഷ്ടപ്പെട്ടാ കണ്ണു കണ്ണു നമുക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. കാണിക്കേ. നമ്മൾ കണ്ണുവിന് ഇതൊരു ബ്രേസ്ലെറ്റ് വാങ്ങിച്ചു. പിന്നെ ഇതൊരു വളയാട്ടോ വാങ്ങിച്ചേ. ഇതിപ്പം ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ ഇതും ഊരാൻ പറ്റുന്നത് പോലത്തെയാണ് കേട്ടോ വാങ്ങിച്ചത്. ഹുക്കുള്ളതാണ് വാങ്ങിച്ചത് രണ്ടും. കാണിച്ചോട്ടെ, നേരെ കാണിക്കുക രണ്ടും. തൽക്കാലം നമ്മളിത് വാങ്ങിച്ചു. കണ്ണു ഹാപ്പിയാണോ മോനെ? ഇഷ്ടപ്പെട്ടോ? നമുക്കിത് ഊരി വെക്കാം. നമുക്കിനി നമ്മൾ എപ്പം വെയർ ചെയ്യും? ആരുടെങ്കിലും മാരേജോ അതുപോലെ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് വരുമ്പോൾ നമ്മൾ മമ്മിട്ട് നമുക്കിത് തമ്പച്ചിനിട്ട് കൊണ്ടുവെക്കാം. ബാ അവിടെ കൊണ്ടുവെക്കാം. കുറച്ച് സമയം നമുക്ക് തമ്പച്ചിനിട്ട് കൊണ്ടുവെക്കാം. ബാ ഡാഡിനെ കാണിച്ചിട്ട് വാ. അപ്പം നമ്മളുടെ ചെറിയ ചെറിയ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് വീട്ടിലെത്തി. നമുക്കൊരു കാര്യം കൂടെ വേണമായിരുന്നു, അത് കിട്ടിയില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂമിലുള്ള AC-യുടെ റിമോട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ച് നാളായി വർക്ക് ചെയ്യാത്തത്. അപ്പം അതൊരു ടെമ്പറേച്ചറിൽ മാത്രമേ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ നമ്മളത് മാറ്റാൻ വേണ്ടി നോക്കി. പക്ഷേ പുതിയത് വാങ്ങിക്കാൻ വേണ്ടി ഓർഡർ കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ പറഞ്ഞു. അതുകൊണ്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് എപ്പോഴത്തേക്ക് വരുന്ന അറിയില്ല. അപ്പോൾ ആ ഒരു കാര്യം നടന്നില്ല. ബാക്കി നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്ത് പോയ കാര്യങ്ങളൊക്കെ നടന്നു. കൺമണിക്ക് അങ്ങനെ ഇന്ന് വീട്ടിലേക്ക് ഗോൾഡ് വന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ കുറച്ച് അതിൽ കൂട്ടേണ്ടി വന്നു. കാരണം കൊടുത്തതിനേക്കാളും കുറച്ചുകൂടി കൂട്ടിയിട്ട് സംഭവം വാങ്ങിച്ചു. ഇനിയിപ്പോൾ അവൾക്ക് എന്നും ഡെയിലി ഇടേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഇപ്പം നമുക്ക് വേറൊരു ന്യൂസ് കൂടെ കിട്ടി. അതായത് നമ്മുടെ വണ്ടി മോസ്റ്റ്ലി തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ മാത്രമേ കിട്ടാൻ വഴിയുള്ളൂ. അതായത് നമുക്കിവിടുന്ന് തിരിച്ച് തിങ്കളോ ചൊവ്വയോ നമുക്കിവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് കുറച്ചുകൂടി അധികം ദിവസം ഇവിടെ വീട്ടിൽ കിട്ടുകയാണ്. കൺമണിയുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ മിക്കവാറും നമുക്ക് മിസ്സാവാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി അവളുടെ മിസ്സിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കുറച്ച് എന്താ പറയുക അത്യാവശ്യമായിട്ട് വീട്ടിലാണ്. അപ്പോൾ അവർ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കൊരു കാര്യങ്ങളായിട്ട് കാണാം. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഓടി വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.